നമ്മളൊഴികെ ഈ പഞ്ചായത്തിലെ എല്ലാവരും തന്നെ വന്നിട്ടുണ്ടല്ലോ. നമ്മളാണല്ലോ ലേറ്റായിട്ട് വന്നത്. ഇനിയിപ്പോൾ നമ്മളെ എല്ലാവരും ശ്രദ്ധിക്കും. നീ അധികം ആരും മൈൻഡ് ചെയ്യാൻ പോകണ്ട. എന്നോട് വല്ല വർത്താനമൊക്കെ പറഞ്ഞോണ്ട് നിൽക്കും. നല്ല പാട്ടാ. അവിടെ കുറേ പിള്ളേർ കിടന്ന് ഡാൻസ് കളിക്കുന്നുണ്ട്. ഇവിടുന്ന് എങ്ങാനും പോയി അവിടെ പോയി കിടന്ന് ഡാൻസ് കളിക്കാണ് നിൻ്റെ പാവമെങ്കിൽ നിൻ്റെ മുട്ടുകാല് ഞാൻ തല്ലി ഓടിക്കും. ആരെങ്കിലും വന്ന് ഡാൻസ് കളിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ നീ ഇല്ലയെന്നൊക്കെ പറഞ്ഞാൽ മതി. കാല് വയ്യെന്നോ കൈ വയ്യെന്നോ വല്ലതും പറഞ്ഞേരെ. ആ ആ ആ സുഖ തൽക്കാലം ഇപ്പം ഇവിടോട്ട് ഇരിക്കുക. ഈ കസറിലോട്ട് ഇരിയടി. ഇവിടുന്ന് എങ്ങാനും എണീറ്റ് പോയിട്ടുണ്ടെങ്കിൽ. അവക്കിപ്പം അവധിയാ. കല്യാണമൊക്കെ കൂടാമെന്ന് വിചാരിച്ച്. സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. മോളെ അവൾ വരുന്നില്ലടി ഡാൻസ് കളിക്കാൻ. അവൾക്ക് കാല് വയ്യ. നീ പോകുന്നുണ്ടോടി? ഇല്ല മോളെ, ഇന്നലെ ഒന്നും ഒട്ടും കാല് വയ്യായിരുന്നു. ഞാൻ ഇച്ചിരി മൂവൊക്കെ ഇട്ടൊന്ന് തടവി ഇച്ചിരി ചൂടൊക്കെ വെച്ചിട്ടാണ് കൊണ്ടുവന്നത്. ഇനി ഇവിടെ വന്ന് കിടന്ന് ഡാൻസ് കളിച്ച് വൈകിട്ട് ഇനി അങ്ങോട്ട് ചെല്ലുമ്പം എനിക്കൊരു സ്വസ്ഥത തരത്തില്ല. അവൾ ഡാൻസ് കളിക്കാൻ വരുന്നില്ല. നിങ്ങൾ കളിച്ചോ, നല്ല ഡാൻസ് നിങ്ങൾ കളിച്ചു എല്ലാവരും കൂടെ കളിച്ചു. നമ്മൾ ഇവിടെ നിന്ന് കണ്ടുകൊണ്ടിരുന്നോളാം. ചെല്ല്. ഇവിടുന്ന് അനങ്ങിയേക്കരുത്. അനങ്ങിയ നിന്റെ കാലിലെ തൊലി ഞാൻ ഇരിക്കും വീട്ടിലോട്ട് ചെന്നിട്ട്, കേട്ടല്ലോ. പിന്നെ കാണാം. എടി, എന്തുണ്ട് വിശേഷം? കുറേ നാളായല്ലോ കണ്ടിട്ട്. മോളിപ്പോൾ അവധിയായിരുന്നു 2 ദിവസത്തേക്ക്. അപ്പോൾ വിചാരിച്ചെന്നാൽ പിന്നെ എല്ലാവരെയും കൂടെ ഒന്ന് കാണാമല്ലോ എന്ന് വിചാരിച്ചാൽ ഞാൻ കല്യാണത്തിന് കൊണ്ടുവന്നത്. അവൾ എങ്ങോട്ടും ഇറങ്ങത്തില്ല കേട്ടോ. അവൾക്ക് കാലും വയ്യ, എങ്ങോട്ടും ഇറങ്ങത്തുമില്ല. ഞാൻ പിടിച്ച് വലിച്ചാണ് കൊണ്ടുവന്നത്. ഇവിടെ വന്ന് 10 മനുഷ്യരെങ്കിലും കാണാമെന്ന് വിചാരിച്ച് കൊണ്ടുവന്ന. അവളെ പരിചയപ്പെട്ടിട്ടില്ലല്ലോ അല്ലേ? അതെ, ഇതാ എൻ്റെ മോൾ. ഇവിടെ ഇരുന്ന കൊച്ചെങ്ങോട്ട് പോയി? ഇവളോട് ഞാൻ പറഞ്ഞതാ പോരുതേന്ന്. ഈ ജില്ലയിലെ മുഴുവൻ ആൾക്കാരുണ്ട്. അവിടെ കിടന്ന് മറിഞ്ഞു വെച്ച് വേണം ഈ നാട്ടുകാർ മുഴുവൻ ഓരോന്ന് പറയാൻ. നീ വീട്ടിലോട്ട് നീ ഇങ്ങോട്ട് വരാനാ പറഞ്ഞത്. കല്യാണ വീട്ടിലാണ് ഞാൻ നിൽക്കുന്നത് നോക്കത്തില്ല, ഇങ്ങോട്ട് ഇറങ്ങി വരാനാ പറഞ്ഞത്. മോളെ, അവൾക്ക് കാൽവേനയായിരുന്നല്ലോ. നീ എന്തിനാ പിന്നെ? ഞാൻ നിന്നോട് പറഞ്ഞില്ലേ അവളെ കൊണ്ടുവരുന്നത്, ഡാൻസ് കളിപ്പിക്കരുത്. അവൾ എൻ്റെ കൂടെ അവിടെ ഇരിക്കുമായിരുന്നല്ലോ. ഇവിടോട്ട് വന്നിരുന്നത് എന്തിനാടി ഇപ്പം തള്ളിക്കറി അവരോട് അങ്ങോട്ട് പോയത്? ആരെങ്കിലും വിളിച്ചാൽ നീ ഓടി അങ്ങ് പോവാ. നിന്നോട് ഞാൻ പറഞ്ഞല്ലേ, വീട്ടിൽ നിന്ന് വന്നപ്പോഴേ നിന്നോട് ഞാൻ എന്തോ പറഞ്ഞേ? കാലിന് വേദനയാ മിണ്ടാതെ ഇടങ്ങാണോ ഇരുന്നോണം എൻ്റെ കൂടെ എന്ന് പറഞ്ഞല്ലേ കൊണ്ടുവന്നത്. ഈ നാട്ടിലെ മുഴുവൻ ആൾക്കാരും ഇവിടെ വന്നിട്ടുണ്ട്. എവിടെയെങ്കിലും അടങ്ങി മാറി കസേരയിലങ്ങനെ ഇരിക്കാനുള്ള ഡാൻസ് കളിക്കാനായിട്ട് പോയേക്കുന്നു. നീ വല്ല കല്യാണ വീട്ടിൽ വരാൻ നീ ഒരുങ്ങിയിട്ടുണ്ട്. നിന്റെ കാല് ഞാൻ തല്ലിയടിക്കും. നോക്കിക്കോ, നീ വീട്ടിലോട്ട് വാ കേട്ടോ. ബാക്കി എൻ്റെ കയ്യിൽ നിന്നുള്ളത് കിട്ടിക്കഴിഞ്ഞിട്ട് ബാക്കി അച്ഛൻ്റെ കയ്യിൽ ഞാൻ മേടിച്ച് തരാം. ഇത്രയും പിള്ളേർ ഇവിടെ കിടന്ന് തുള്ളി മറിയുന്നത് പോരാ. ഇനി നിന്നെ കൂടെ തുള്ളി മറിഞ്ഞിട്ട് വേണം. ഈ ജില്ലയിലുള്ള ആൾക്കാർ മുഴുവനുണ്ട് ഇവിടെ. ഇനി കുടുംബശ്രീയിലും അവിടെ ഇവിടെയൊക്കെ നീ ചർച്ചാ വിഷയമാകാൻ വേണ്ടിയിട്ട്. ഇതിനൊന്നിൻ്റെ ആവശ്യമില്ലല്ലോ. ഏതാടി ഈ പിള്ളേരൊക്കെ? നിന്റെ ഫ്രണ്ട്സ് ആണെന്ന് പറഞ്ഞ് കുറേ എണ്ണം നിന്നെ വിളിക്കാനായിട്ട് ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ടല്ലോ. ഏതാ ഈ പിള്ളേരൊക്കെ? അനാവശ്യമായിട്ടുള്ള കൂട്ടുകെട്ട് നീ വിട്ടില്ലെങ്കിലുണ്ടല്ലോ സജി, നീ അടി കൊണ്ട് നീ തീരും, ഞാൻ പറഞ്ഞേക്കാം.